ഹലോ, ഇതാണ് ബാസ്ബൂസ. പേര് പോലെ തന്നെ ആളൊരു വിദേശിയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായി ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു സ്വീറ്റ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് തീരെ ചെറിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിക്കാം, ഞാൻ ഈ പറയുന്ന അളവിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് രണ്ടും കൂടി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെയ്തെടുക്കാൻ ഒരു ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹാൻഡ് വിസ്ക് തന്നെ ധാരാളമാണ്. ഷുഗർ ഒന്ന് അലിഞ്ഞ് ചേരുന്നവരെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിന് വേണമെങ്കിൽ ഒരു ഫോർക്ക് പോലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് യോഗേർട്ടാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത യോഗേർട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുട്ടയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ റവ, റോസ്റ്റഡോ അല്ലാത്തതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ റവയൊക്കെ ഒന്ന് യൂണിഫോമായി വരുന്നവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ പീര പോലെ ഇരിക്കില്ലേ, അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനി ഇത് കയ്യിലില്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ തേങ്ങയുടെ പിണ്ടിയില്ലേ, അത് ചേർത്താലും മതി. വളരെ കുറച്ചിട്ടോ, ഏകദേശം ഒരു 1/4 കപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചേർത്താൽ നമുക്ക് അവനിൽ ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം. അതാണ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്താൽ മതി. നമ്മുടെ ബാറ്റർ സെറ്റായി കഴിഞ്ഞു. നോക്കിയേ എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞേ. എല്ലാം ഓൾമോസ്റ്റ് 10 മിനിറ്റ്സിന് മേലെ എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബാസ്ബൂസയുടെ കൺസിസ്റ്റൻസി. ഒരുപാട് വാട്ടറി ആവാൻ പാടില്ല, വല്ലാണ്ട് ഡ്രൈ ആവാനും പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് യോഗേർട്ടോ ബട്ടറോ ഒക്കെ യൂസ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇനി ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇനി കുറച്ച് ബട്ടറോ ഓയിലോ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് അവൻ റെഡി ആയിട്ടുണ്ടാവും. നേരെ നമുക്കിത് ട്രേ അതിൽ വെച്ച് ബേക്ക് ആവുന്നതേ ഉള്ളൂ. സമയവും ലാഭമായി, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ട്രേയിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. നല്ല ഫ്ലാറ്റായി ഈവൻ ഔട്ട് ആവുന്ന പോലെ മേലെ ഒന്ന് സ്മൂതൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ദേ ഇതുപോലെ. ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ബേക്ക് ചെയ്ത് വന്നതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലേക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കണം. അവനിലേക്ക് വെക്കുമ്പോൾ പറ്റുമെങ്കിൽ ഒരു മിഡ് റേഞ്ചിലോ കുറച്ച് മേൽഭാഗത്തിലോട്ടോ കയറ്റി വെക്കുക. ബസ്ബൂസയുടെ മേലെ നല്ല ഗോൾഡൻ കളറായിരിക്കണം, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബസ്ബൂസ ബേക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ തിക്കനായി വെക്കുന്നതാണ് ബസ്ബൂസയുടെ ഷുഗർ സിറപ്പ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർക്കണം. ഇനി ഇത് തണിഞ്ഞു വരുമ്പോഴേക്ക് നമ്മുടെ ബാസ്ബൂസ ബേക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ടാവണം. 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവൻ്റെ ഏറ്റവും മേലത്തെ റാക്കിലോട്ട് കയറ്റി വെച്ച് ഒരു 5 മിനിറ്റ്സ് കൂടി ബേക്ക് ചെയ്താൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ബാസ്ബൂസ നല്ല ഈവനായി ബേക്കായി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല ഗോൾഡൻ ബ്രൗണായി പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ താല്പര്യമുള്ള പോലെ കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇനിയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാ പീസസിലും എത്തേണ്ടതുപോലെ നല്ല ഈവനായി സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് ബാസ്ബൂസ കംപ്ലീറ്റായി അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായി വരും. കുറച്ച് എക്സ്ട്രാ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ ഓരോ പീസ് സെർവ് ചെയ്യുമ്പം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ യൂഷ്വലി ചെയ്യുന്നത് ബദാം ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് ഓരോ പീസിൻ്റെയും. പക്ഷേ ഞാനിവിടെ പിസ്റ്റാഷ്യൂസ് പൗഡർ ചെയ്ത് ഓരോ പീസിൻ്റെ മുകളിലും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബാസ്ബൂസ സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബട്ടറിൻ്റെ ഒക്കെ മണം വന്ന് വളരെ ടെംപ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇതാദ്യമായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ റവ കേക്കും അല്ല, നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന തേങ്ങാ ബിസ്ക്കറ്റ് ഇല്ലേ, അതുമല്ല. ഇത് രണ്ടും മിക്സായ ഒരു സാധനം കുറച്ച് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയാണേ. ഒരു കുഴപ്പമേ ഉള്ളൂ, കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ. വീട്ടിലാണെങ്കിലും വിരുന്നൊക്കെ വരുമ്പോൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കേണ്ട ഒരു മെനക്കേടും ഇല്ലല്ലോ. പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. ഈ ഉണ്ടാക്കിയ ഒരു ക്വാണ്ടിറ്റിയിൽ ഏകദേശം ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ഡെസേർട്ട് പോലെ സെർവ് ചെയ്യാൻ ഗുലാബ് ജാമുനോ ഐസ്ക്രീമോ ഒക്കെ പകരം വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു സാധനം സെർവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. വായി മടുപ്പിക്കുന്ന മധുരവും ഇല്ല, നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. മറ്റൊരു വെറൈറ്റി റെസിപ്പിയായി വീണ്ടും കാണാം. ബൈ.